ഗായ്സ്, ഞാൻ വീണ്ടും വന്നു. അതും നമ്മുടെ സ്വന്തം റോബ്ലോക്സിലെ പേരെന്തോ പീച്ച എന്ന് പറഞ്ഞാൽ ആ ഗെയിമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ബേബി കയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഈ കുഞ്ഞിനെയും കൂട്ടി പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പാക്കണം. വെളിയിൽ പോയി കാഴ്ചകളാൻ പാക്കണം. ഞാൻ വെളിയിൽ വന്നിട്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ നോക്കാം. അപ്പോൾ കാഴ്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. നമുക്ക് മാറ്റിയാലോ? ഞാൻ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ മാറ്റിയത്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ നിറം അതേപോലെ ഫേസ് എല്ലാം നമുക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ കുഞ്ഞിന് വീണ്ടും വിശന്നു കരഞ്ഞു. ഞാൻ ഫീഡിങ് ബോട്ടിൽ മിൽക്ക് പൗഡർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ, കുഞ്ഞിനെ വീണ്ടും തൊട്ടിലെ മടക്കി വെച്ച് തൂങ്ങി വെക്കണം. കിടത്തി ഉറക്കാം കേട്ടോ. നേരത്തെ പുറത്ത് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴാണ് ഡ്രസ്സൊക്കെ മാറ്റാൻ നിന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് കുഞ്ഞ് കരഞ്ഞപ്പോൾ നേരെ ഓടിപ്പോയി ഫീഡിങ് ബോട്ടിൽ പാലാക്കിയിട്ട് കൊടുത്തു. പിന്നെ ഉറക്കാൻ നിന്നു. അപ്പോൾ ഇതാ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചായക്കട പോലെ ഒരു കോഫി ഷോപ്പ് ഞാൻ കണ്ടു. അപ്പോൾ അതിനുള്ളിൽ കയറി വെക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കോഫി ഷോപ്പിൽ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരാളുണ്ട്. അങ്ങനെ ആൾ നേരത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേ അതിന് കുറച്ച് ഓപ്ഷൻസ് വരും. ആദ്യം 2 ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ വേണമെന്നുള്ളത് നോക്കി കൊടുത്താൽ അവർ നമുക്കൊരു മെനു കാർഡ് തരും. അതിനകത്തുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ. ഇവിടുന്ന് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ള താഴെ ഒരു ഇൻവെൻറ്ററി പോലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ നോക്കിയാൽ ഫുഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ആപ്പിളിൻ്റെ ചിത്രമൊക്കെ ഉള്ള അത് നോക്കി കൊടുത്താൽ നമുക്ക് അവിടെ കാണാം കേട്ടോ. നമുക്ക് ഫുഡ് കിട്ടിയതൊക്കെ. കുറേ സമയമായിട്ട് കുഞ്ഞിനവിടെ ഇരുത്താൻ വേണ്ടിയിട്ട്, അതായത് കുഞ്ഞിനവിടെ വെക്കാൻ പറ്റും. അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നേരമായി ശ്രമിക്കണം. പക്ഷേ അത് താഴെ ഇരിക്കുന്നുള്ളൂ. ടേബിളിൻ്റെ മേലെ വെക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ശരിയാവുന്നില്ല. അവിടെ കിടത്താനാണ്. പിന്നെ അവസാനം ഞാനത് ആ സോഫയിൽ പോയിട്ട് കിടത്തുമ്പോഴാണ് ശരിയാവേണ്ടത്. സോഫയിൽ കിടത്തിയിട്ട് തൊട്ടടുത്ത് ഞാനിരുന്ന് ആ ചായ മുഴുവൻ കുടിച്ചിട്ടോ. അടടാ എന്താ ഒരു ടേസ്റ്റ്. അങ്ങനെ സമാധാനമായിട്ട് ചായ കുടിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടുന്ന് പോകാൻ നിൽക്കണം. എന്താണെന്നറിയില്ല, ഇത് ഇവിടെ വന്നതിന് ശേഷം കരഞ്ഞിട്ടില്ല കേട്ടോ. ഈ കുഞ്ഞ് സമാധാനമായിട്ട് അവിടെ കിടക്കണേ. അങ്ങനെ ഞാൻ അവിടുന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങി പോകുന്ന വഴിയിൽ അവരോട്, അവിടെ ഇരിക്കുന്ന ആ സ്ത്രീയോട് ഞാനൊരു ടാറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. കോഫി ഷോപ്പിൽ നമ്മൾ ഇറങ്ങി. ഇതാ അങ്ങനെ നടന്നു പോകുന്നതിൽ ഇവിടെ ഒരു ബീച്ചാണെന്ന് തോന്നുന്നു. ഒരു ബീച്ച് പോലൊക്കെ തോന്നുന്ന ഒരു സ്ഥലമുണ്ട്. എന്തായാലും കാണുന്നതൊന്നും നമ്മൾ വെറുതെ വിടരുത്. അവിടെ എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം വിചാരിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ഇതാ നല്ല പീസ്ഫുള്ളായി ഇരിക്കാൻ പറ്റിയ ബീച്ചൊക്കെ ഉണ്ട് ഇവിടെ. സമാധാനത്തിൽ ഈ ബെഞ്ചിലൊക്കെ വന്നിരുന്ന് ഇവിടുന്ന് കാറ്റൊക്കെ കൊള്ളാട്ടോ. അങ്ങനെ ഇതാ വീണ്ടും നമ്മൾ ഡേ കെയറിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. എങ്ങനെ ഇവിടെ പോയാലും അവസാനം തിരിച്ചെത്തുന്നത് ഇതാ ഇവിടെ. പിന്നെ ഇതാ പോകുന്നതിനിടയിൽ കയ്യിൽ മിൽക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാനുള്ള സ്ഥലം നോക്കുകയാണ് ഞാൻ. അങ്ങനെ ഇതാ ഉറക്കുന്ന സ്ഥലത്തന്നെ പോയി മിൽക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ പോകുന്നിടയിൽ ആ ബോൾ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നും. അടുത്ത പ്രാവശ്യം ഞാനും ഇവിടെ കൊടുത്ത് കുഞ്ഞിനെ ഇരുത്തുന്നൊക്കെ. ഗൈസ് ഉടനെ എത്തും. അധികം ഒന്നും വൈകില്ല. ഇത് ശരിക്കും ഫീഡ് ചെയ്യുന്ന സ്ഥലമൊന്നുമല്ല. ഇവിടെ കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ടുണ്ടെങ്കിൽ കരയുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് മദേഴ്സൊക്കെ വെയിറ്റ് ചെയ്യുന്ന, അതായത് അമ്മമാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഉപകാരം ഇവിടെ നടത്താം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉടനെ എടുത്തുന്നൊക്കെ. ഇതാ ഇത്ര SP കയറിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ആ മുഴുവൻ SP കയറി കിട്ടിയാൽ കുഞ്ഞടുത്ത വയസ്സിലേക്ക് കിടക്കൂട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞിന് ഡൈപ്പർ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട്. അവിടെ കിടത്തി ഡൈപ്പറൊക്കെ മാറ്റാം. പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് അവൾ ഇട്ടിരുന്ന ഡൈപ്പർ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടുണ്ട്. ഇനി വേറൊരു ഡൈപ്പർ എടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് സ്പീഡായിട്ടാണ് കേട്ടോ കളിക്കുന്നത്. കാരണം വീണ്ടും കുഞ്ഞിനെ ഉറക്കുന്നതും ഇതുപോലെയാണ് വീണ്ടും നടക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സ്പീഡാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഇതാ SP കുറച്ചും കൂടി ആയാൽ മതി. അടുത്തായി തുടങ്ങിയ കുറച്ചൊരു